ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ സ്റ്റോറിനകത്ത് പോവാം. ഈ തളപതി വിജയൻ സോങ് വെച്ച് ഡാൻസ് കളിക്കായിരുന്നു. ഈ ഒരു കാര്യം മിയ തിരിഞ്ഞു നോക്കുമോ, ഷോക്കായി മിയക്ക്. അയ്യോ ഈ പ്രിയ പ്രിയ ഈ പ്രിയ എന്ത് പറ്റി മിയ? നിങ്ങൾ ഡാൻസ് കളിക്കുക, അങ്ങോട്ട് നോക്കടി തിരിഞ്ഞിട്ട്. ജിന്നു ഷോക്കായിട്ടുണ്ടടി മച്ചി. അതെ, ശരിക്കും പറഞ്ഞാൽ ജിന്നു വായി വളർന്ന് ഷോക്കായിട്ട് നോക്കിയാണ്. ബാക്കി 7 മെമ്പർ ഷോക്കായിട്ടുണ്ട്. അതുമാത്രമല്ല 2 ചേട്ടന്മാർ. ഇങ്ങോട്ട് നോക്കുക, അങ്ങനെ വീട് തിരിച്ച്. സാറ് നിങ്ങളാ? അതെ, ഞങ്ങൾ എപ്പോഴേ വന്നു. ഡാൻസ് കളിക്കണം. അറം ചോദിക്കാണ്. നൈസം എല്ലാവരും താഴെ വന്നിരുന്നു. അറം ചോദിക്കാണ്. എടാ അർജുൻ, എന്ത് പറ്റി? ഇത് ഏതാ സോങ്? അറം അറം ഇത് സോങ് എഡിറ്റ് ഞാൻ ചെയ്ത് തരാടാ. ഇത് എനിക്കറിയോ അതോട് ഏത് സോങ്സ്. ഓക്കെ, ഈ സോങ്സ് പാട്ട് പാടാൻ. ശരിടാ, ഇതിന് ഈ പാട്ടേ ഞങ്ങൾ പറയാം. അതി എന്നടാ നമുക്ക് അതിലടാ ഒരു പാർട്ടി ഉണ്ടടാ. ആ പാർട്ടിൽ ഈ പാട്ട് ഞാൻ പാടാ. ശരി, ആറും പറഞ്ഞു. ശരിടാ. അങ്ങനെ കുറച്ച് നല്ല ഹാപ്പിയായി. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തു. അറം പറഞ്ഞു. അറം ചോദിച്ചു, എന്താടാ ഇപ്പം നമുക്ക് പുറത്ത് പോവാടാ. ശരി, നമുക്ക് പുറത്ത് പോയിട്ട് കറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലത്തെല്ലാം കാട്ടി കൊടുത്തു. ശരി, അറം പറയാം. വാവ്, സൂപ്പർ ഹൗസ്. ഹൗസ് സൂപ്പറായിട്ടുണ്ടാ? അതെ അതെ. അർജുൻ, ഇവനോ? ഇവന് നീ എവിടേക്ക് വന്ന? നമുക്ക് ഇവിടുന്ന് പോവാം. ജിൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ലാടാ, നമ്മൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ശരിയാവില്ല. നിൽക്കട്ടെ ഇവിടെ. വന്നു. ഹായ് ബ്രോ. മച്ചാ, നിൻ്റെ കൂടെ എത്ര കുരി പറഞ്ഞോണ്ട് മച്ചൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജിന്ന് കേൾക്കുക, ഇനി പ്രശ്നം അതി. എന്ത് പ്രശ്നം? എന്ത് പറ്റിയ? അതൊരു കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാം. ശരി, 2 പേരൊക്കെ ഉണ്ടാക്കാതെ. അങ്ങനെ കുറച്ച് മമ്മി ചേട്ടനെവിടെ? ചേട്ടനെ അവിടെ തോട്ടത്ത് പോയിനി. എന്താ ചേട്ടനക്ക് ടിഫിൻ ഇത് കൊണ്ടുപോയി കൊടുക്കൂ. മിയ പറയാ, നീ തോട്ടത്ത് പോവാ? ആരടി മച്ചൻ, ഞാൻ തോട്ടത്ത് പോവാ. നീ കൂടെ വരുന്ന? ആരടി? ഞങ്ങൾ 2 പേരാ. ശരി ശരി. അങ്ങനെ റോസ് കളറായി ഈ ചിത്രത്തിൽ കാണുന്ന അതേ സാരി എടുത്തിട്ട് ജ്വൽസ് വെച്ച് ഇങ്ങനെ തോട്ടത്ത് പോകുമ്പോൾ ഇങ്ങനെ വരും ഫുഡ് കൊണ്ടുവരുന്നത്. ചേട്ടാ. എന്താ മോളെ? ചേട്ടാക്ക് ഫുഡ് അമ്മ തന്നതാ. അച്ഛനെവിടെ? അച്ഛൻ അവിടെ ഉണ്ട്, തോട്ടത്തിലുണ്ട്. അച്ഛാ, ഇതാ ഡിന്നർ. ഡാൻസ് മോളെ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു വെച്ചാ. അങ്ങനെ കുറച്ച് ഏട്ടേ. കുളത്തിനോട് എന്ത് ചെയ്യാൻ ചേട്ടാ? അങ്ങനെ ബോയ്സ് വന്നു വീണ്ടും. എന്ത് പറ്റി? കൃഷ്ണി എന്താ? കൃഷ്ണൻ പറഞ്ഞു. കൃഷ് പറഞ്ഞു. എന്ത് പറ്റി സാർ? പൊണ്ട വിളിച്ചതാ. ശരി സാർ. ഓക്കെ. ഗോണ്ടസ് ബോയ്സ് വന്നു. എന്താടാ? ബാഡ് ബോയ്സാണ് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ബോയ്സ് വന്നു. എന്നെ കൈ പിടിച്ചു. പറഞ്ഞു കേൾക്കട. അതേ ബോയ്സാണ് ചേട്ടനെ കൂടെ പറഞ്ഞ് സംസാരിച്ച അതേ ബോയ്സാണ്. പേര് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. പൃഥ്വിരാജ് പറഞ്ഞേക്ക്. നീ എന്താടാ ചെയ്യുന്നത്? അനിയത്തി കൈ പിടിച്ച്. ചിന്നു നോക്കി. അർജുൻ കൈ വിട്ടിട്ട കൈ. ചിന്നു പറഞ്ഞു. ചിന്നു പറ്റി. എന്തോടാ പറ്റി? ആദ്യനോട് ചോദിച്ചു. ഇല്ലടാ വച്ചാ, അത് ഒന്നുമില്ല, അവന് വളക്കുണ്ടാക്കാം ഇപ്പോൾ മാച്ച് കഴിക്കാൻ. ഇത് ചിന്നു ചാക്ക്. ഇല്ല അപ്പോൾ ചോദിച്ചോ? ഇല്ലടാ, ഇപ്പോൾ ടോർച്ച് ചെയ്യാം. അങ്ങനെ കൈ പിടിച്ച്. ഡിന്നക്ക് ദേഷ്യം വന്നു. അങ്ങനെ അടുത്ത് വന്നു. അർജുൻ അവന് വീട്ടിൽ ഒരേ അടി വെച്ച്. ഇനി മേലെ എൻ്റെ അനിയത്തി പുറത്ത് കിടന്ന് ശരിയാക്കി തരും ഞാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടുന്ന്. അർജുൻ, എന്താടാ നീ കാട്ടി കൊടുത്ത? അവൻ വന്ന് വിളക്കുണ്ടാക്കി എന്താ ചെയ്യുക? ഒന്നില്ലടാ, അതൊന്നും ശരിയാവില്ല അമ്മ. അങ്ങനെ ബോയ്സ് അടിയിരുന്നു. ടെൻഷനായി നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്തു പറ്റി അമ്മ? എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ടോ? എന്താ? നമുക്ക് പ്രിയനെ മാരേജ് കഴിച്ച് കൊടുക്കുക. അച്ഛാ, എന്താടാ നീ ഇപ്പോൾ പറയാ? ഇല്ല അച്ഛാ, ഇല്ല, ഇപ്പോൾ പ്രോബ്ലം കൂടി പോവാ അച്ഛാ. ശരിടാ, പ്രിയ മാരേജ് കഴിക്കാം. ഇപ്പോൾ അവൻ മാരേജ് കഴിക്കാൻ വിടില്ലാണ്. ഇപ്പം എന്താ ചെയ്യാം?
അതൊക്കെ ഒരേ ഒരു വഴിയുണ്ട്. അവനെ ലോക്കപ്പ് ഇട്ടിട്ടാ നമുക്ക്. അച്ഛാ അത് പ്രശ്നമാവുമല്ലോ. അതൊന്നുമില്ല. ഹലോ, ആ പ്രിയ, നീ എവിടെയാണ് ഉള്ളത്? ഏട്ടാ ഞാൻ മുകളിലുള്ളതാണ്. നീ താഴേക്ക് ഇറങ്ങി വാ. എന്താ ചേട്ടാ? ഞാനൊരു പ്ലാൻ ഇടാൻ നീ ഒരു പ്ലാൻ പറയേ. എന്താ ചേട്ടാ പറയാ? ഇവനറിയില്ലേ ഇവൻ എൻ്റെ കൈ പിടിച്ചത്? രാജ്, അതെ, നിനക്ക് ഇവൻ ടോർച്ചറാവും. അത് മുമ്പ് ഇവൻ നമുക്ക് കുറച്ച് നാൾ അകത്തിടാം. ചേട്ടാ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട് ചേട്ടാ. നീ ഐഡിയ പറയും. എല്ലാ ബോയ്സും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ചേട്ടാ, ബോർഡ് എനിക്ക് വേണം. ശരി, ഓക്കെ, പറയാം ചേട്ടാ. എൻ്റെ ഇതാ എന്ത് ചിപ്പാ? അതെ ചേട്ടാ, എൻ്റെ പെൻ ഡ്രൈവ് ഉണ്ടോ ചേട്ടാ? ഇവരാണ് ബോയ്സ്. ഈ 4 പേര് ബോയ്സാണ്. ഈ 4 പേരിലെ ബോയ്സിൽ ഇവരെ പിടിക്കണം ചേട്ടാ. അതിന് മുമ്പ് ഈ 4 ബോയ്സിനെ പിടിച്ച ശേഷം അവനെ പിടിക്കാം. അത് 4 പേരെ പിടിച്ച ശേഷം നമുക്ക് അവനെ ലോക്കപ്പിലിടാം ചേട്ടാ. ശരി, ഓക്കെ. എല്ലാവരും റെഡിയാണല്ലേ? ഞങ്ങളെല്ലാവരോടും ആരെല്ലാം ഉണ്ട് പ്ലാനിൽ? എല്ലാ ബോയ്സും 7 വയസ്സ് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ട്. അർജുൻ, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. ശരി, ഓക്കെ. ഗേൾസ്, നിങ്ങളുണ്ടല്ലേ? ഓക്കെ, ഞങ്ങളുണ്ട്. ശരി, ഓക്കെ. ഫസ്റ്റ് നമ്പർ 1 ഇവനാണ് നമുക്ക് ടാർഗറ്റ്. പ്രിയ, റോസ് പറയായിരുന്നു. പ്രിയ, ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇവന് കുറേ നേരമായി എൻ്റെ വായി വളക്കി നോക്കാം. ഇത് കേട്ട് ജങ്കക്ക് ദേഷ്യം വന്നു. എന്താ ഇവൻ എൻ്റെ ആളെ നോക്കുകയാണ്? ജങ്കക്ക് ഒരുപാട് ഇഷ്ടമായിട്ടായിരുന്നു റോസിനെ. ശരി, ഓക്കെ, ഞാനും കൂടെ ചെയ്യാം. എല്ലാവരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവൻ്റെ വീട്ടിൽ പോയി. നമ്പർ 1 ബോഡി ഗാർഡാണ്. അവനിക്ക് ഗോസ്റ്റ് എന്ന് ഭയങ്കര പേടിയാണ്. നമ്പർ 1 പേരാണ് കുട്ടപ്പൻ എന്ന് പേര്. വിളിക്കുന്ന കുട്ടപ്പൻ എന്ന്. അതെ, ഈ കഥയിൽ നമുക്ക് വീട്ടിൽ പോവാം, മേക്കപ്പ് ചെയ്യാം. വാവ്, ഗോസ്റ്റ് വന്ന് പേടിപ്പിക്കാൻ തുടങ്ങാൻ പോകുന്നു.